ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ചാനലാണ് ടാരോ വോറിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്ക് ഒരു പേഴ്സണലായിട്ട് റീഡിങ്ങും ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് അത് ഡിപ്പെൻഡ് ആവണേ. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാൻ എല്ലാം ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് റീഡിങ്ങിൽ മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ കാപ്രിക്കോൺ, നിങ്ങളുടെ എന്താണ് ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി കാപ്രിക്കോണിന് വേണ്ടിയിട്ട്, ഓവറോൾ എനർജി നിങ്ങളുടെ നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി എംപറർ. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ടെമ്പറൻസ്. കറണ്ട് ഫീലിങ്സ് നിങ്ങളുടെ പേജ് ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ക്വീൻ ഓഫ് സോഡ്സ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ ചാരിയറ്റ്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഇവിടെ ഫൂൾ. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ എന്തായിരിക്കും? 10 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ആണ് 3 ഓഫ് പെൻറ്റിക്കിൾസ്. ഔട്ട്കം ഇവിടെ ഈ കാർഡാണ്. അപ്പോൾ കാപ്രിക്കോൺ, നിങ്ങളുടെ ഓവറോൾ എനർജി നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. നൈറ്റ് ഓഫ് സോഡ്സ് ഒരു റഷ്ഡ് എനർജിയാണ്. പറഞ്ഞാൽ കുറേ എല്ലാം കാര്യങ്ങൾ വേഗം വേഗം നടക്കണു നിങ്ങളുടെ ലൈഫിൽ. ഇത് കമ്മ്യൂണിക്കേഷൻ്റെ എനർജി ആവാം, എന്തോ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ എനർജി ആവാം. മേ ബി നിങ്ങളും ഈ പേഴ്സൻ്റെ ഇടയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ കുറച്ചൊരു ഡിഫിക്കൾട്ട് ആയിരിക്കാം ഈ സമയത്ത്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇല്ല സംസാരമില്ല, ഇൻട്രാക്ഷനൊക്കെ കുറച്ചൊരു വഴക്ക് മാതിരി പറഞ്ഞാൽ എന്തോ ഒരു ഹോസ്റ്റിലിറ്റി ഉണ്ട്. എന്തോ ഒരു റൊമാൻറ്റിക് എനർജി അല്ല ഞാൻ ഇവിടെ കാണുന്നത്. കുറച്ചൊരു പ്രാക്ടിക്കൽ എനർജി ആണ്, പക്ഷെ ഇങ്ങനെ ഒരു ധൃതിപ്പെട്ട എനർജിയാണ്. ഓക്കെ, നിങ്ങൾ രണ്ടാളും മേ ബി ട്രാവൽ ചെയ്യുന്നുണ്ടാവും, അതും ആയിരിക്കാം. അത്ര സമയം ഇല്ലാത്ത എനർജി നൈറ്റ് ഓഫ് സോഡ്സ്. ഒന്നും ആലോചിക്കാണ്ട് സംസാരിക്കുക, പറഞ്ഞാൽ കാര്യങ്ങൾ ഉടനെ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുക, അങ്ങനത്തെ എനർജിയാണ് നൈറ്റ് ഓഫ് സോഡ്സ്. എംപറർ ഇവിടെ ഒരു ഏരീസിന്റെ എനർജിയാണ്, പക്ഷെ കുറെ സ്റ്റേബിൾ എനർജിയാണ്. ഈ എനർജി കാട്ടിലും ഇത് കുറച്ചുകൂടിയും സ്റ്റേബിൾ ആണ്. ഇത് ഒരു കുറെ മെച്ചോർഡ് എനർജിയാണ്. മേ ബി അവരുടെയും നിങ്ങളുടെ ഇടയ്ക്ക് ഒരു ഏജ് ഡിഫറൻസ് ഉണ്ടാവും. ഈ പേഴ്സൺ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് പേഴ്സണിന്റെ എനർജിയാണ് ഇത്. അപ്പൊ നമ്മൾക്കിത് ക്ലാരിഫൈ ചെയ്യാം. ഈ നൈറ്റ് ഓഫ് സോഡ്സ് നിങ്ങളുടെ എനർജി എന്താണ്? 8 ഓഫ് പെന്റിക്കിൾസ്, 2 ഓഫ് സോഡ്സ്. ഈ പേഴ്സന്റെ എനർജിയിൽ എംപറർ എന്താണ്? എംപ്രസ്. അപ്പോ കാപ്രിക്കോൺ, ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ ഈ പേഴ്സണെ വർക്കിന്റെ ത്രൂ ആയിരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഞാൻ കാണുന്നത് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു അട്രാക്ഷൻ ഉണ്ട്. നിങ്ങൾ പക്ഷെ ഷുവർ അല്ല ഇത് വർക്ക്ഔട്ട് ചെയ്യോ ഇല്ലേന്ന്. എന്നുവെച്ചാൽ ഈ പേഴ്സന്റെ ലൈഫിൽ ഓൾറെഡി വേറെ ഒരു പേഴ്സൺ ഉണ്ട്. ഈ പേഴ്സൺ ഒരു മാരിഡ് പേഴ്സൺ ആണ്. എംപററും എംപ്രസ് ഒരു ഡിവൈൻ മാച്ച് ആണ്. ആൻഡ് ഏസ് ഓഫ് വോൺസ് ഒരു പാഷന്റെ എനർജിയാണ്. അപ്പൊ ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആവാം. ഓക്കെ, ഓർ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്കൊരു അട്രാക്ഷൻ ഉണ്ട്, പക്ഷെ ഇവിടെ അവരുടെ ഓൾറെഡി മാരേജ് വേറെ ഏതോ പേഴ്സന്റെ കൂടെ ഓൾറെഡി ഉണ്ട്. പറഞ്ഞാൽ അവർ ഓൾറെഡി മാരിഡ് ആണ്. അത് ആ സിറ്റുവേഷൻ അല്ലാച്ചാ ഈ പേഴ്സൺ നിങ്ങളെയാണ് ഒരു ഫ്യൂച്ചർ പാർട്ട്ണർ ആയിട്ട് കാണുന്നത്, പക്ഷെ നിങ്ങൾ ഷുവർ അല്ല. എന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജിയിൽ ഞാൻ 8 ഓഫ് പെന്റിക്കിൾസ്, മേ ബി നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കരിയറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആവാം. ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ നിങ്ങളുടെ ടെമ്പറൻസ് ആണ്, സാജിറ്റേറിയസ് എനർജി.
അപ്പോൾ കറന്റ് സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് ഒരു ബാലൻസ് ആണ്, ഒരു പീസ്ഫുൾ എനർജിയാണ്, ടെമ്പറൻസ്, ഹീലിംഗിന്റെ എനർജിയാണ്. ഇപ്പോ ഈ സമയത്ത് നിങ്ങൾ രണ്ടാളും ഒന്നും ഒരു ഡിസിഷൻ എടുക്കുന്നില്ല. എന്നുവെച്ചാൽ നിങ്ങൾ രണ്ടാൾക്കും ഒരു അട്രാക്ഷൻ ഉണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രോബ്ലം എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഒരു പേഴ്സൺ ശരിക്കും റിയാലിറ്റിയിലല്ല അവരുടെ ഡിസിഷൻസ് ഉണ്ടാക്കണത്. ഇപ്പൊ ഇത് നിങ്ങളുടെ സൈഡിൽ നിന്നായിരിക്കാം, ഇവരുടെ സൈഡിൽ നിന്നായിരിക്കാം. എന്ന് വെച്ചാൽ ഈ പേഴ്സൺ, ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി മാരീഡ് ആണ്, അവരുടെ ലൈഫിൽ വേറെ ആരും ഉണ്ട്. ഈ കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിട്ടും നിങ്ങൾ ഇവിടെ ഫോർവേഡ് മൂവ്മെന്റ് ആണ് ഞാൻ കാണുന്നത്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ മുമ്പോട്ടാണ് പോണത്. ആൻഡ് അതിന്റെ കാരണം ഇവിടെ 7 of Swords ആണ് വരണത്. എന്നുവെച്ചാൽ ഇവിടെ ഈ സിറ്റുവേഷൻ പ്രാക്ടിക്കൽ അല്ല, ഇതിലൊരു ഫ്യൂച്ചർ ഇല്ല. അത് അറിഞ്ഞിട്ടും നിങ്ങൾ മുമ്പോട്ട് പോകണം. അപ്പൊ ഇതൊരു സെൽഫ് സാബോട്ടാജ് എനർജിയാണ്. പക്ഷെ നമ്മൾക്ക് മറ്റേ കാർഡ്സ് ഒക്കെ കാണാം. നിങ്ങളുടെ കറന്റ് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് പേജ് ഓഫ് വാൻഡ്സ് ആണ്. അപ്പൊ കുറെ പാഷൻ ഉണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങളുടെ സൈഡിൽ നിന്നും പറഞ്ഞ നിങ്ങൾ കുറെ എക്സൈറ്റഡ് ആണ് ഈ പേഴ്സന്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇഷ്ടമാണ്. കുറെ പാഷൻ ഉണ്ട്. ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ഇവിടെ ഉണ്ട്. നിങ്ങൾ ഈ പേഴ്സണെ ഞാൻ പറഞ്ഞ മാതിരി വർക്കിന്റെ ത്രൂ ആയിരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഈ സിറ്റുവേഷനിൽ ഒരു ഇംബാലൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളാണ് എല്ലാം എഫേർട്ട് ഇടണത്. ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് അത്ര എഫേർട്ട് ഇല്ല. എന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ ഞാൻ പറഞ്ഞ മാതിരി വേറെ ആരും ഉണ്ട്. അവരുടെ ലൈഫിലുള്ള പേഴ്സൺ ആൻഡ് അവരുടെ ഇടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർ വേറെ ഒരു റിലേഷൻഷിപ്പിനെ എക്സ്പ്ലോർ ചെയ്യണത്. പക്ഷെ ഇവിടെ ഈ പേഴ്സൺ കുറെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടാണ് നിങ്ങളോട് കാര്യങ്ങൾ പറയണത്. ഇവരുടെ സൈഡിൽ നിന്ന് അവരതൊന്നും ഒളിപ്പിക്കണമൊന്നുമില്ല. പറഞ്ഞാൽ അവരുടെ ലൈഫിന്റെ എല്ലാം കാര്യങ്ങൾ അവർ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടാണ് നിങ്ങളോട് പറയണത്. ഇവിടെ ഒരു വെയിറ്റിംഗ് എനർജി ഉണ്ട്. അപ്പോൾ എവിടെയോ അവര് സെപ്പറേറ്റഡ് ആയിരിക്കാം, ഡിവോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാവും. പക്ഷെ ഈ സമയത്ത് അവരുടെ മാരേജ് ഓർ അവരുടെ ആ പാർട്ട്ണർഷിപ്പും ഒരു നല്ല പാർട്ട്ണർഷിപ്പ് അല്ല. ഓക്കെ, അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം. പക്ഷെ അവർക്ക് എവിടെയോ പേടിയുണ്ട്. അത് നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ ആക്സെപ്റ്റ് ചെയ്യോ ഇല്ലേന്ന് അത് അവർക്ക് പേടിയുണ്ട്. ചാരിയറ്റ് ഉണ്ട് ഇവിടെ ഇന്റൻഷനിൽ. അപ്പൊ ചാരിയറ്റ് ഫോർവേഡ് മൂവ്മെന്റിന്റെ എനർജിയാണ്, ട്രാവൽഡ് എനർജിയാണ്. നിങ്ങൾക്ക് ഇവിടെ ഈ പേഴ്സണിന്റെ എല്ലാം കാര്യങ്ങൾ അറിഞ്ഞിട്ടും നിങ്ങൾക്ക് മുമ്പോട്ട് തന്നെ പോകണം എന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുണ്ട്. ചാരിയറ്റ് ക്യാൻസർ എനർജിയാണ്. 8 of Cups. നിങ്ങൾക്ക് അറിയാം അത് ഇത് ഒരു ലോങ് ടേം സിറ്റുവേഷൻ അല്ല എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ആ മനസ്സിലുണ്ട് അത് എവിടെയോ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് രണ്ടാൾക്കും പിരിയേണ്ടി വരും. എന്നുവെച്ചാൽ ഇതൊരു ഫ്യൂച്ചർ ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പാണ്, അത് നിങ്ങൾക്ക് അറിയാം. പക്ഷെ അത് അറിഞ്ഞുകൊണ്ടും നിങ്ങൾ മുമ്പോട്ട് പോകണം. ഇതൊരു ടോക്സിക് സിറ്റുവേഷൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഈ പേഴ്സന്റെ എനർജിയിൽ ഫൂളാണ്. അവരും ഓപ്പൺ ആണ് ഒരു കാഷ്വൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ കമ്മിറ്റ്മെന്റ് ഇല്ല അവരുടെ സൈഡിൽ നിന്ന്. ഓക്കെ, ഫൂൾ. അവർക്ക് ഓൾറെഡി ഒരു മാരേജ് ഉണ്ട്, ഇല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഉണ്ട്. അവർ ആ പാർട്ട്ണർഷിപ്പിന് വിടാൻ റെഡി അല്ല. അവർക്ക് മേ ബി കുട്ടികളുണ്ടാവും ആ റിലേഷൻഷിപ്പിൽ, അതിന്റെ കാരണമായിരിക്കാം. പക്ഷെ അവരുടെ മനസ്സിൽ പറഞ്ഞാൽ അവർക്ക് വേറെ ഓപ്ഷൻസും ഉണ്ട്. പക്ഷെ അവർ ഇവിടെ നിങ്ങളുടെ കൂടെ അവർക്ക് ആ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കണം എന്നുണ്ട്, മുമ്പോട്ട് പോകണം എന്നുണ്ട്. അപ്പൊ ആക്ഷൻസിൽ ഞാൻ കാണുന്നത് നിങ്ങൾ എന്തോ ഒരു ബാഗേജ്, ഒരു ബേർഡനെ റിലീസ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ ആണ് ഉണ്ടാക്കുന്നത് ഫ്യൂച്ചറിൽ. മേ ബി നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഈ റിലേഷൻഷിപ്പ് വേണ്ട വെച്ചിട്ട് ഈ റിലേഷൻഷിപ്പിനെ ഇവിടെ തന്നെ എൻഡ് ചെയ്യാനായിരിക്കും ഡിസിഷൻ എടുക്കുന്നുണ്ടാവുക. പക്ഷെ മോസ്റ്റ് ഓഫ് യു പറഞ്ഞാൽ മിക്കവാറും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ മുമ്പോട്ടാണ് പോണത്. ഇത് എത്രയാ നടക്കണ വെച്ചാൽ അത്ര നടന്നോട്ടെ എന്ന് അങ്ങനത്തെ ഒരു എനർജിയിൽ. ആൻഡ് ഇതൊരു അൺസ്റ്റേബിൾ എനർജിയാണ്. ഇവിടെ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. ഓക്കെ, നിങ്ങൾ പാഷനെയാണ് ഫോളോ ചെയ്യണേ. ഇമോഷണൽ പറഞ്ഞാൽ നിങ്ങൾ അത്ര ഇമോഷൻസിനെ അത്ര ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഓക്കെയാണ്. ഇത് ഒരു ടെമ്പററി റിലേഷൻഷിപ്പ് ആയാലും നിങ്ങൾക്ക് അതിന് കുഴപ്പമില്ല. 3 of Pentacles ആണ് ഈ പേഴ്സന്റെ എനർജി. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഡെഫിനറ്റ്ലി ഈ പേഴ്സണും ഈ റിലേഷൻഷിപ്പിൽ ഈക്വലി എനർജിയും എഫേർട്ട് ഇടാൻ റെഡിയാണ്. അവരുടെ സൈഡിൽ നിന്ന് ഞാൻ കുറേ റൊമാൻറ്റിക് മെസ്സേജസ് ഒക്കെ കാണുന്നുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞ മാതിരി അവര്
ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് അവരുടെയും ഇന്റൻഷൻ, അവരുടെ ആക്ഷനിലും ഞാൻ അതാ കാണുന്നത്. കുറെ റൊമാൻസ് ഉണ്ട് ഇവിടെ, ഓക്കെ. പക്ഷെ അഗൈൻ ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് അല്ല. ഔട്ട്കം നിങ്ങളുടെ ഇവിടെ 3 of Swords ആണ്. അപ്പൊ ഈ റിലേഷൻഷിപ്പിന്റെ ഔട്ട്കം 3 of Swords ആണ് എന്ന് വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞ മാതിരി ലോങ് ടേം റിലേഷൻഷിപ്പ് അല്ല. നിങ്ങൾ ആ എക്സ്പെക്ടേഷനിലാണ് ഇതിൽ മുമ്പോട്ട് പോകണ വെച്ചാൽ അത് വർക്ക്ഔട്ട് ചെയ്യില്ല. എന്നുവെച്ചാൽ ഇവിടെ 3 of Swords ഉണ്ട്, 5 of Pentacles ഉണ്ട്, ആൻഡ് സ്റ്റാർ ഉണ്ട്. ഇവിടെ ഒരു റിജക്ഷന്റെ എനർജിയാണ്, ഒരു തേർഡ് പാർട്ടിയുടെ എനർജിയാണ്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ്, നിങ്ങൾ രണ്ടാൾക്കും ഈ റിലേഷൻഷിപ്പ് വേണമെന്നുണ്ട്, പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിന്റെ എഫക്ട്സ് ഇതാണ് 3 of Swords ഉം 5 of Pentacles. ഇതൊരു റിജക്ഷൻ, ഒരു ഡിസപ്പോയിന്റ്മെന്റ് എനർജിയാണ്. സ്റ്റാർ ഹീലിംഗിന്റെ എനർജിയാണ്. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾ റിക്കവർ ചെയ്യും, പക്ഷെ ആ മനസ്സിൽ ഇതുണ്ടാവും എപ്പോഴും, ഇത് വർക്ക്ഔട്ട് ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് അത് അറിയാം. അപ്പൊ എന്താണ് ഈ പേഴ്സന്റെ മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? I wish I had treated you better. You speak to me through music. I knew exactly what I was doing. I look for you everywhere. അപ്പൊ ഇതാണ് അവരുടെ മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് കാപ്രിക്കോൺ ഉണ്ട്, ഫയർ സൈൻ ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വേറിയസ് ഉണ്ട്, ഏരീസ് ഉണ്ട്, ജെമിനൈ ഉണ്ട്, ടോറസ്, വെർഗോ ഉണ്ട്, ഓക്കെ. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് കാപ്രിക്കോൺ. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ആൻഡ് പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.